അപ്പോൾ ഖത്തറിലുള്ളവർക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റുക ഒരു സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക 2 കിഡ്ലം പെർഫ്യൂമാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ഖത്തറിലുള്ള കാർബോ ഫ്രാഗ്രൻസ് എന്നുള്ള ഒരു ബ്രാൻഡാണ് എനിക്കിത് അയച്ചു തന്നിട്ടുള്ളത്. ഇത് ഖത്തറിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. ഓക്കെ, ദ ഫസ്റ്റ് വൺ ചലഞ്ച് എന്നുള്ള പെർഫ്യൂമാട്ടോ. ചലഞ്ച് ഇത് ബീസ്റ്റ് സാധനം, ഒന്നും പറയാനില്ല. അതുപോലെ നെക്സ്റ്റ് വൺ എക്സ്റ്റസി, ഇതും ലിറ്റ് ഫ്രാഗ്രൻസ് ആണ്. പ്രൊജക്ഷൻ ലാസ്റ്റിങ്ങും ബിയോണ്ട് ദ വേർഡ്സ്. ഇത് രണ്ടും ലാസ്റ്റിങ്ങിൻ്റെ വിഷയത്തിലും പ്രൊജക്ഷൻ്റെ വിഷയത്തിലും നോ ഡൗട്ട്. ഇത് കുവൈത്തിലുള്ള ലക്ഷറി ബ്രാൻഡായ ഗിസ എന്നുള്ള ബ്രാൻഡിൻ്റെ ഇമ്പീരിയൽ വാലി എന്നുള്ള പെർഫ്യൂം ഉണ്ട്. ആ ഒരു പെർഫ്യൂമിൻ്റെ പക്ക സെയിം ഡിറ്റായിട്ട് വരുന്ന ഒരു ഇൻസ്പയർഡ് സാധനമാണ് ഈ ഒരു സാധനം വരുന്നത്. ഇതിൻ്റെ ഓയിലിൻ്റെ ക്വാളിറ്റിയൊക്കെ അസാധ്യ ക്വാളിറ്റിയാണ്. നല്ല പ്രൊജക്ഷൻ, നല്ല ലാസ്റ്റിംഗ് കിട്ടും. എനിക്ക് നല്ല കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഗിസേൻ്റെ ഇമ്പീരിയൽ വാലിയിൽ നിന്ന്. കാരണം അത് അത്രയ്ക്കും സെഡക്റ്റീവ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. അടിച്ചു പോയ ആൾക്കാർ ചോദിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഇതൊരു സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ നടന്നു പോയാൽ ഇത് ഇയാളാണ് നടന്നു പോയിട്ടുള്ളത് എന്നുള്ളത് ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു ക്യാച്ചിങ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ ഒരു ചലഞ്ച് എന്നുള്ള ഫ്രാഗ്രൻസ്. അപ്പോൾ പേഴ്സണലി ഞാൻ ഏതായാലും ഇമ്പീരിയൽ വാലിൻ്റെ സ്മെല്ലായിട്ട് അഡിക്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഗിസൻ്റെ ഇമ്പീരിയൽ വാലി. ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത് ലെതർ, ഊത്, അരോമാറ്റിക്, അനിമലിക്, ഒരു ഫ്രഷ് സ്പൈസി, ആംബർ, വുഡി, സ്മോക്കി, മസ്കി, സിട്രസി കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ് ഈ ചലഞ്ചിൽ വരുന്നത്. നോട്ട്സ് പറഞ്ഞാൽ മനസ്സിലാത്തവർക്ക് അയ്യോ നല്ലൊരു ഫ്രൂട്ടി കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസിൽ ലെതർ മിക്സ് ചെയ്തിട്ട്, ലെതറും ഊതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിഡ്ല നോട്ട്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. സാധനം വേർത്താണ്, കണ്ണിനും ചിമ്പി വാങ്ങാൻ പറ്റും. ദ സെക്കൻഡ് വൺ കാർബോ ഫ്രാഗ്രൻസിൻ്റെ എക്സ്റ്റസി എന്നുള്ള സാധനമാണ്. ഇതും 100 ml വരുന്നുണ്ട്. രണ്ടും 100 ml ആണ് വരുന്നത്. ഇത് കുറച്ചും കൂടി ഒരു ഊത് കാറ്റഗറിയിലോട്ട് വരുന്നുണ്ട്. ഊതാണെങ്കിലും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഊതാണ്. ഇതും ലാസ്റ്റിങ്ങിൻ്റെ വിഷയത്തിൽ നോ കോംപ്രമൈസ് ആണ്. ഇനി ഒരു വിൻ്റർ ക്ലൈമറ്റിലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ രണ്ട് സാധനത്തിൻ്റെയും പ്രൊജക്ഷനും ലാസ്റ്റിംഗ് ഒക്കെ അസാധ്യമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നല്ല ചൂടാണെങ്കിൽ ആ ചൂടത്ത് വരെ നിങ്ങൾക്ക് 18-24 hours ഒക്കെ ലാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി വിൻ്ററിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ പെർഫോമൻസ് ആയിരിക്കും. ലാസ്റ്റിംഗ് ആയാലും പ്രൊജക്ഷൻ ആയാലും നോ വേർഡ്സ് ആണ്. ഇതൊരു നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് അല്ല എന്നാലും ചോക്ലേറ്റിൻ്റെ ഒരു വൈബ് തരുന്ന ആ ഒരു ഡയറക്ഷനിൽ വരുന്ന നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഊതാണ്. അതിൽ മസ്കി എലമെൻറ്റ്സ് നല്ലോണം വരുന്നുണ്ട്. ലെതറിൻ്റെയും ചെറിയൊരു മിക്സിങ് വരുന്നുണ്ട്. തുടങ്ങിയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് ഈ എക്സ്റ്റസിയിൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100 QR ആണ്. ഖത്തറിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഖത്തറിലുള്ളവർ മസ്റ്റ് ട്രൈ ചെയ്തോളി. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പോയി ചെക്ക് ചെയ്യാം. പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫോളോ ഫോർ മോർ.